എണ്ണ കയറ്റുമതി രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്നും UAE പിൻവാങ്ങി. ഇതനുസരിച്ച് മെയ് 1 മുതൽ ഒപെക് പ്ലസിൽ നിന്നും UAE വിട്ടുനിൽക്കും. ഹോർമുസ് പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിൽ കൂടുതൽ സ്വതന്ത്രമായി എണ്ണ ഉൽപ്പാദനം ലക്ഷ്യമിട്ടാണ് പിൻവാങ്ങുന്നതെന്ന് UAE വ്യക്തമാക്കി. അതേസമയം വിയന്നയിൽ ഒപെക്കിന്റെ സുപ്രധാന യോഗം നടക്കാനിരിക്കെയാണ് എണ്ണ മേഖലയെ ഞെട്ടിച്ചുകൊണ്ടുള്ള UAEയുടെ ഈ പിന്മാറ്റം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് പോവാം. ഒപെക്കുമായുള്ള 59 വർഷത്തെ ബന്ധമാണ് UAE ഉപേക്ഷിച്ചത്. ഇനി കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനവും വിതരണവും ലക്ഷ്യമിട്ടാണിതെന്ന് UAE നയം വ്യക്തമാക്കി. ഹോർമുസിലും അറേബ്യൻ ഗൾഫിലും എണ്ണ വിതരണം തടസ്സപ്പെടുന്ന പുതിയ സാഹചര്യത്തിൽ എണ്ണ ഉൽപാദക മേഖലയുടെ സുസ്ഥിരത ഉറപ്പാക്കാനാണ് ഒപെക് വിടുന്നതെന്ന് UAEയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു. ഇപ്രകാരം എണ്ണ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രാജ്യമെന്ന നിലയിൽ UAEക്ക് ഇനി കൂടുതൽ സ്വതന്ത്രമായ ഉൽപാദനവും കയറ്റുമതിയും ആവശ്യമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഒപെക്. ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, വെനിൻസുല തുടങ്ങിയ 13 രാജ്യങ്ങളാണ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നത്. 2 വർഷം മുമ്പ് അങ്കോള പുറത്തുപോയി. UAE കൂടി പടിയിറങ്ങുന്നതോടെ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇനി 11 കുറയും. ഇപ്രകാരം എണ്ണ ഉൽപാദനത്തിന്റെ 80% കൈയാളുന്ന കൂട്ടായ്മയിൽ നിന്നാണ് UAEയുടെ ഈ പിന്മാറ്റം. ആഗോളതലത്തിൽ എണ്ണവിലയെയും ഉൽപാദനത്തെയും നിയന്ത്രിക്കാനുള്ള ഒപെക്കിന്റെ നിർണായക സ്വാധീനത്തെ UAEയുടെ ഈ പിന്മാറ്റം ബാധിച്ചേക്കാം. അബുദാബി എമിറേറ്റ് 1967 മുതൽ ഒപെക്കിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1971 UAE രൂപീകരിച്ചപ്പോൾ കൂട്ടായ്മയുടെ ഭാഗമായി തുടരുകയായിരുന്നു. ഓസ്ട്രിയയിലെ വിയന്നയിൽ ഒപെക് രാജ്യങ്ങളുടെ സുപ്രധാന യോഗം നടക്കാനിരിക്കെയാണ് UAEയുടെ പിന്മാറ്റം എന്നതും ശ്രദ്ധേയമാണ്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.